ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി പുതിയ ഒരു അനുഭവം അനുഭവപ്പെടുകയാണ്. അതെന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് ലഭിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവമില്ലാത്ത ഒരു കാര്യം ഉണ്ടാകുമ്പോ പെട്ടെന്ന് പേടി തോന്നൂലേ? ഇന്നാളൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടപ്പോ ഓനെന്തോ ആകെ മൂഡൌട്ടായിരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാടാ മൂഡൌട്ട്? അപ്പൊ അവൻ പറഞ്ഞു, ഉസ്താദേ അടുത്ത ആഴ്ച കല്യാണമാണ്, എന്റെ കല്യാണം. ഞാൻ പറഞ്ഞു, കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ടതല്ലേ മനുഷ്യ, മൂഡൌട്ടാണോ കല്യാണത്തിന്? അല്ല ഉസ്താദേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കണത് അല്ലേ? രണ്ടാമത്തെ ഒരു കെട്ട് കെട്ടുമ്പോ ആ പേടി ഉണ്ടാവൂല. ഒന്നും അറിയില്ല, കെട്ടിയവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഇങ്ങനെ തലയാട്ടിട്ട് എന്ത് കാര്യം? അപ്പൊ രണ്ടാമത്തെ ഒരു കെട്ട് കെട്ടിയ ആളാണെങ്കിൽ അയാൾക്ക് ആ അനുഭവം ഉണ്ടാവും, പിന്നെ എന്തുണ്ടാ പേടി ഉണ്ടാവൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വഹ്യിന്റെ അനുഭവം ഉണ്ടാകുന്നത്. പനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പനി വന്നു, പേടിച്ചു പോയി. പേടിച്ചാ പനി ഉണ്ടാവൂലേ? അനുഭവം ഉള്ളവരുണ്ടാവും സദസ്സിൽ. പേടിച്ചാ പനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ അന്ന് സങ്കടം പറയാൻ ആരുമില്ല. എന്റെ വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായെങ്കിൽ അത് പറയാനുണ്ടായിരുന്ന മഹദി സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഓടിപ്പോയി ഖദീജ ഉമ്മാന്റെ അടുത്ത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒന്ന് പുതപ്പിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് മൂടിത്തരുമോ? വല്ലാതെ പനിക്കാണ്, ചലിപ്പനി എന്ന് പറയും. എന്റെ ബ്യാരി ഭാഷയിൽ അങ്ങനെയാ പറയാം, നിങ്ങളെ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ മലയാളി ഒന്നുമല്ല. ചലിപ്പനി തുടങ്ങിയാൽ എത്ര പുതപ്പിട്ടാലും ഭയങ്കര തണുപ്പായിരിക്കും. ആ പുതപ്പിട്ട് കിടന്നിട്ടുള്ള ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുദ്ദസ്സിർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ. ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന്റെ ആദ്യ ഭാഗം ഞാൻ ഇന്ന് പ്രസംഗിക്കില്ല. ഇന്നലെ കർണാടക സ്റ്റേറ്റിൽ കന്യാരകോടിയിൽ വെച്ച് ഞാനത് വാള് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് ഇന്ന് എനിക്ക് വാള് പറയാനുള്ളത്. വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഫഇദാ നുഖിറ ഫിന്നാഖൂർ. ഒരു ഊത്ത് വരാനിരിക്കുന്നു ജനങ്ങളെ, ഒരു ഊത്ത് വരാനിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച പ്രതിസന്ധികളല്ല, പ്രതിഭാസങ്ങളല്ല, ഒരു ഊത്ത് വരാനിരിക്കുകയാണ്. സൂറെന്ന കാളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് 2 ഊത്ത് ഊതാറുണ്ട്. മദ്രസ തൊട്ട് നാം പഠിച്ചതാണ്. ഒരു ഊത്ത് ഈ ലോകം അവസാനിക്കാനുള്ള ഊത്താണ് ചെറുപ്പക്കാരാ. രണ്ടാമത്തെ ഊത്ത് ഏതാണെന്നറിയോ പെങ്ങളെ? ലോകത്തുള്ളവരെല്ലാം മരിച്ചതിന് ശേഷം അവർക്ക് രണ്ടാമതായി പുനർജന്മം ലഭിക്കുമ്പോഴുള്ള ഊത്താണ്. എന്നാൽ ആദ്യത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിയപ്പോ ആ അന്ത്യനാളിനെ കുറിച്ച് സൂറത്തുൽ മുദ്ദസ്സിർ അല്ലാഹു തആല പറയുകയാണ്, ഫദാലിക യൗമഇദി യൗമുൻ അസീർ. അതൊരു ഡേഞ്ചർ ഡേ ആണത്. വളരെ പ്രയാസം പിടിച്ച ദിവസമാണത്, വളരെ ബുദ്ധിമുട്ടുള്ള ദിവസമാണത്. അലൽ കാഫിരീന ഗൈറു യസീർ.
അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവരുണ്ടോ ഭൂമിയില്? അല്ലാഹുവിന്റെ അന്നം കഴിച്ച് ജീവിച്ചവൻ, അല്ലാഹു കൊടുത്ത വെള്ളം കുടിച്ച് ജീവിച്ചവൻ, അല്ലാഹു കൊടുത്ത വായു ശ്വസിച്ച് ജീവിച്ചവൻ, അല്ലാഹു നൽകിയ വാഹനത്തിൽ സഞ്ചരിച്ച് ജീവിച്ചവൻ, അല്ലാഹു നൽകിയ വീട്ടിൽ ജീവിച്ചവൻ, ആയുഷ്യ ചെലവഴിച്ചവൻ, പടച്ച റബ്ബിന്റെ സൂര്യന്റെ വെളിച്ചം ഉപയോഗപ്പെടുത്തി ജീവിച്ചവൻ, ആ അല്ലാഹുവിന്റെ ചന്ദ്രന്റെ വെളിച്ചം ഉപയോഗിച്ച് ജീവിച്ചവൻ, ആ ജീവിച്ച മനുഷ്യൻ റബ്ബിനെ ധിക്കരിച്ച് നടന്നുവോ? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നടന്നുവോ? അത്തരക്കാർക്ക് വളരെ പേടി പിടിച്ച ദിവസമാണത്. എന്നിട്ട് മനുഷ്യന് അല്ലാഹു തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ആ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, മനുഷ്യ നീയൊന്ന് ചിന്തിച്ചു നോക്ക്. വജഅൽതു ലഹു മാലം മംദൂദാ, അല്ലാഹുവാകുന്ന ഞാൻ അവന് ഒരുപാട് പണം കൊടുത്തു, ഒരുപാട് പണം ഞാൻ അവന് കൊടുത്തു, ഒരുപാട് സമ്പത്ത് ഞാൻ അവന് കൊടുത്തു. ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല എണ്ണി പറയുകയാണ്. അവന് ഞാൻ അനുഗ്രഹങ്ങൾ കൊടുത്തു. വബനീന ശുഹൂദാ, അവന്റെ കൂടെ കഴിയാൻ, അവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവന് മക്കളെ കൊടുത്തു. ആൺമക്കൾ വേണോ? ആൺമക്കളെ അല്ലാഹു നമുക്ക് തന്നില്ലേ ഉപ്പമാരെ? പെൺമക്കളെ വേണോ? പെൺമക്കളെ അല്ലാഹു നമുക്ക് തന്നില്ലേ ഉമ്മമാരെ? വമഹത്തു ലഹു തംഹീദാ, അല്ലാഹു തആല പറയുകയാണ്, അവന് ഞാൻ സ്ഥാനം കൊടുത്തില്ലേ, അധികാരം കൊടുത്തില്ലേ, എന്റെ അനുഗ്രഹം അവന് ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തില്ലേ? അതേ സമയത്ത് പിന്നീട് ഈ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? അനുഗ്രഹം കിട്ടിയ ഇവൻ, മക്കളുണ്ടായി അല്ലേ, അനുഗ്രഹം കിട്ടി, എല്ലാം കിട്ടി, എന്നിട്ട് മതിയും ചിന്തിക്കുവോ? മതി എന്ന് ചിന്തിക്കൂല, മതി എന്ന് ആഗ്രഹിക്കൂല. പിന്നീട് വീണ്ടും അവന് ഞാൻ ധാരാളം പണം കൊടുക്കണമെന്നവൻ ആഗ്രഹിക്കുകയാണ്. അതേ സമയത്ത് കല്ലാ, മനുഷ്യ കാര്യം നീ കരുതിയതുപോലെയല്ല. ഇത്രയെല്ലാം നിഅമത്ത് ഞാൻ അവന് കൊടുത്തപ്പോൾ അവനെന്താണ് ചെയ്തതെന്നറിയുമോ? ഇന്നഹു കാന ലി ആയാതിനാ അനീദാ, അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങിയതാണ്. അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങി, മനുഷ്യൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇല്ലേ സുഹൃത്തുക്കളെ, ഈ കാലമെന്ന് പറഞ്ഞാലോ ലോകത്തെ പടച്ച സൃഷ്ടാവായ റബ്ബിനോട് മനുഷ്യൻ മത്സരിക്കുന്ന ദിവസമാണ്, മനുഷ്യൻ മത്സരിക്കുന്ന കാലമാണ്. നിങ്ങൾ കേട്ടുവോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാള് എനിക്കൊരു വീഡിയോ എന്റെ വാട്സപ്പിൽ അയച്ചു തന്നു. നോക്കുമ്പോഴെന്താണെന്നറിയോ? ഇനി സ്ത്രീകൾ പ്രസവിക്കേണ്ടുന്ന ആവശ്യമില്ല, സ്ത്രീകൾ ഇനി പ്രസവിക്കേണ്ടുന്ന ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തല്ല, ഏതോ ഒരു ഗൾഫ് നാട്ടിൽ വെച്ച് ഒരു കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. ആ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അതാ ആണിന്റെയും പെണ്ണിന്റെയും ഇന്ദ്രിയ തുള്ളി കൊടുത്താൽ മതി. മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളി പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പോയി പതിയണമെന്നില്ല. അതേ സമയത്ത് ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇന്ദ്രിയ തുള്ളി കൊടുത്താ മതി. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? ഒരു കമ്പനിയിൽ ഒരു മെഷീൻ ഉണ്ട്. ഇന്നിപ്പല്ല മെഷീന്റെ കാലല്ലേ, അല്ലേ? മെഷീന്റെ കാലല്ലേ മനുഷ്യ, മെഷീന്റെ കാലാണ്. ഈ ആണിന്റെയും പെണ്ണിന്റെയും ഇന്ദ്രിയ തുള്ളി അങ്ങെടുത്ത് ആ കമ്പനിയിൽ കൊടുത്താൽ അവരെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഈ ഇന്ദ്രിയ തുള്ളി അങ്ങ് നിക്ഷേപിച്ചാൽ
നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടിയാണോ നിങ്ങളെ ഇന്ദ്രിയത്തുള്ളി മുഖേന കിട്ടേണ്ടത് ആ കമ്പനി നിങ്ങൾക്ക് തരും. റെഡിമെയ്ഡ് കുട്ടികളെ തരും. ഇത് കേൾക്കുമ്പോ ചിലപ്പോ സ്ത്രീകൾ കരുതും, അല്ലാ ഞങ്ങളിപ്പോ 2-3 പ്രസവിച്ചതിന് ശേഷമാണോ ഇതായത്, ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഗർഭം ഈ ബാത്തില് കിടാവിടെ പുറത്തിട്ട് നടക്കട അകത്യയില്ല, നൊമ്പല സഹിക്കട അകത്യയില്ല, പെറ അകത്യയില്ല, 6 ഗാവു ഈ കഷ്ടപ്പാട് അല്ലേ. ഇങ്ങനെ പുറത്ത് നടക്കുന്നതിന്റെ ഒരു സങ്കടം എത്രയാണ് അല്ലേ? അത് ഭയങ്കര ബേജാറല്ലേ. പക്ഷേ ചില ഉമ്മമാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, നമ്മളൊക്കെ പ്രസവിക്കണം മുമ്പ് തന്നെ ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നാ പിന്നെ അതിന്റെ ഒക്കെ ആവശ്യമില്ലായിരുന്നല്ലോ. അതേ സമയത്ത് ലോകത്ത് പല ഭാഗത്തു നിന്നും വ്യാപകമായ വിരോധം വന്നു അതിന്. എന്തുകൊണ്ട് ഇപ്പൊ പ്രസവിക്കണ കുട്ടി തന്നെ ഉമ്മാന്റെ വർത്താനം മര്യാദക്ക് കേൾക്കണില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് അല്ലേ. ഗർഭം ചുമന്നത് 10 മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, മാസങ്ങളോളം പുറത്ത് നടന്നിട്ട് എന്തൊക്കെ പ്രയാസം സഹിച്ചിട്ട് അവസാനം പ്രസവിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട്, ഇത്തരെല്ലാം സഹിച്ചിട്ട് പോലും അങ്ങനെ പ്രസവിച്ച കുട്ടി പോലും ഉമ്മാന്റെ വാക്ക് കേൾക്കണില്ല. അങ്ങനത്തെ ഒരു കാലല്ലേ ഇപ്പൊ. ബാപ്പാന്റെ വാക്ക് മര്യാദക്ക് കേൾക്കണില്ല. അങ്ങനെയുള്ള ഈ കാലത്ത് ഈ കമ്പനിയുടെ ഈ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഈ ഇന്ദ്രിയത്തുള്ളി വെച്ചിട്ട് അതിലൂടെ കുട്ടി ഉണ്ടായാൽ ആ മക്കൾ കേൾക്കുവോ? ഉമ്മാന്റെ വർത്താനം കേൾക്കുവോ? ബാപ്പാന്റെ വർത്താനം കേൾക്കൂല. അതുകൊണ്ട് വേണ്ട അത് എന്ന് പറഞ്ഞ് വ്യാപകമായ വിരോധം വന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സൃഷ്ടാവായ റബ്ബിനോട് മനുഷ്യൻ മത്സരിക്കുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യൻ അല്ലാഹുവിനോട് മത്സരിക്കുന്നു. ഇനി ഇത് മാത്രമാണോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നന്നാകാനുള്ള സമയമായില്ലടാ. വഅദ് കേൾക്കുന്ന പെങ്ങന്മാരെ, യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കാനുള്ള സമയമായില്ലയോ? റജബ് മാസത്തിലല്ലേ നമ്മളുള്ളത്? ഈ റജബിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കണ്ടയോ? ഉറൂസിന്റെ സമാപന ദിവസത്തിലല്ലേ നമ്മളുള്ളത്? നല്ലൊരു മാസമല്ലേ, നല്ലൊരു ദിവസമല്ലേ, നല്ലൊരു മജ്‌ലിസല്ലേ, മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്തിരിക്കണ സദസ്സല്ലേ. ഇവിടുന്ന് നാം ഒരു തീരുമാനമെടുക്കണേ ഉമ്മമാരെ, തീരുമാനമെടുക്കണേ കാരണവന്മാരെ, തീരുമാനമെടുക്കണേ ചെറുപ്പക്കാരെ, തീരുമാനമെടുക്കണേ സഹോദരിമാരെ. ഞാൻ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കണം. എന്റെ ഇന്നലെ എങ്ങനെയാണിരുന്നു? ഞാൻ എന്റെ നാളെയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. എന്റെ ഇന്നലെ എങ്ങനെയാണിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. ചെറുപ്പക്കാരാ, ഇതുവരെ കല്യാണത്തിന്റെ പേരില് തോന്നിവാസം നടത്തിയവനല്ലടാ. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോന്നിവാസം വന്നുകൂടാ. എന്തിന്റെയൊക്കെ പേരിലായെന്ന് തോന്നിവാസം നടക്കുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ അക്കുഞ്ഞിനെ മര്യാദക്ക് വിടാത്ത ഒരു മുസ്ലിം ഉമ്മത്ത് ജീവിക്കണ കാലത്തല്ലേ നൗഫൽ സഖാഫിയുടെ വാദം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ തൊട്ടിലിടുന്ന ഒരു പരിപാടിയില്ലേ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്നല്ല, പഴയ കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അതൊരു സന്തോഷമാണ്. എത്രയോ പ്രയാസം സഹിച്ച ഉമ്മ അവസാനം പ്രസവിച്ചോ ആ കുട്ടിയെ ഒരു തൊട്ടിലിടുന്ന ഒരു പരിപാടി ഒരു സന്തോഷിക്കുകയാണ്. പക്ഷേ ഇന്നോ അതൊരാഘോഷമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. അതൊരു ആഘോഷമെന്ന് മാത്രമല്ല, ഒരു ആഭാസമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഒരു ആഘോഷവും ആഭാസവുമായി മാറ്റിയെടുത്തിരിക്കുകയാണ്. അതൊരു പ്രഹസനമായി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇത് ആരോടുള്ള മത്സരമാണെന്ന് കരുതിയിട്ടുണ്ടോ ഉമ്മ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചൊല്ലുന്നത് സ്വലാത്താണെങ്കിൽ പോലും എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്? ആ വീഡിയോ എടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളുടെ സ്റ്റാറ്റസ്
RSSൽ മറ്റുള്ളവർക്കും കൂടി ഡൗൺലോഡ് ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത്. അതിലൂടെ സ്ത്രീകളായ നിങ്ങളുടെ മുഴുവനും ഫോട്ടോസും വീഡിയോസും മറ്റുള്ള പല അന്യ പുരുഷന്മാരും കണ്ടുപോയില്ലേ ഉമ്മ, കണ്ടുപോയില്ലേ സഹോദരി? ഇവിടെയാണ് അല്ലാഹുവിനോട് നിങ്ങൾ മത്സരം കാണിക്കുകയാണോ? ആരോടാണ് നിങ്ങൾ മത്സരം കാണിക്കുന്നത്? ആരോടാണ് നിങ്ങൾ മത്സരം കാണിക്കുന്നത്? ആ റബ്ബ് കൈവിട്ടാൽ നമ്മെ കൈപിടിക്കാൻ ആരുണ്ട് മുസ്ലിമീങ്ങള്? ആ റബ്ബ് ഒന്ന് നമ്മെ വേണ്ടാന്ന് വെച്ചാൽ നമ്മെ കൈപിടിക്കാൻ ആരുണ്ട്? ഔലിയാക്കൾക്ക് കഴിയുമോ? കഴിയില്ല. അമ്പിയാക്കൾക്ക് കഴിയുമോ? കഴിയില്ല. അമ്പിയാക്കൾക്ക് കഴിയും, ഔലിയാക്കൾക്ക് കഴിയും. എപ്പോഴാണ് അവർക്ക് കഴിയുന്നത്? അല്ലാഹുവിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല. അല്ല കൊടുത്ത കഴിവ് കൊണ്ടല്ലേ ഭാവിക്കറയിലെ മഹാന്മാര് സഹായിക്കണത്. അല്ല കൊടുക്കാത്ത ഒരു സഹായം കൊണ്ട് സഹായിക്കാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. അതേ സമയത്ത് അല്ലാഹു അവർക്ക് കഴിവ് കൊടുക്കുമോ? കൊടുക്കും. അത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ അതിന്റെ തെളിവുകളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ യജമാനനായ റബ്ബ് നമ്മെ കൈവിട്ടാൽ നമ്മെ കൈപിടിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവന് ഞാൻ മക്കളെ കൊടുത്തു, അവന് ഞാൻ അധികാരം കൊടുത്തു, അവന് ഞാൻ സ്ഥാനമാനങ്ങൾ കൊടുത്തു, അവന് ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുത്തു. എന്നിട്ട് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇനിയും വേണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ യജമാനനായ എന്നെ ഓർത്ത് ജീവിക്കാൻ അവനില്ലല്ലോ. അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങുകയാണ്. അവൻ എന്നോട് മത്സരിക്കാൻ ആരംഭിക്കുകയാണ്. അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ഔലിയാക്കൾക്ക് പ്രശസ്തി ലഭിക്കുന്നത്. ഇവിടെയാണ് ഔലിയാക്കൾക്ക് മഹത്വം ലഭിക്കുന്നത്. ഇവിടെയാണ് ഔലിയാക്കൾക്ക് ബഹുമാനം ലഭിക്കുന്നത്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തില്ലേ? എന്തേ ഔലിയാക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? റജബ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ മാസമാണ്. ഈ റജബിലല്ലേ മഹാന്മാര് വഫാത്തായിട്ടുള്ളത്. ഇമാം അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുത്തുനബി തങ്ങളുടെ പിതൃ സഹോദരൻ, വഫാത്തായത് റജബ് മാസത്തിലാണ്. ഇമാം മുആവിയ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ സ്വഹാബിയാണ്. വഫാത്തായ മാസമാണ്. അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വഫാത്തായ മാസമാണ്. താബിഈ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വഫാത്തായ മാസമാണ്. മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വഫാത്തായ മാസമാണ്. ഇമാം മൂസൽ കാളിം തങ്ങൾ വഫാത്തായ മാസമാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, അതുപോലെ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ബുവൈദി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു, ഹദീസ് പണ്ഡിതന്മാരെ മുസ്ലിം ഇബ്നു ഹജ്ജാജ് തങ്ങളെ പോലെയുള്ള, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എത്രയോ മഹാന്മാർ, ഇമാം ഇബ്നു അസാകിർ തങ്ങളെ പോലെയുള്ള, ഇമാം സക്കാക്കി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ശൈഖുൽ മദ്ഹബ് ഇമാം നവവി തങ്ങളെ പോലെയുള്ള, ഇമാം ഇബ്നു റിഫ്അ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെയുള്ള, ഇമാം ബഹാഉദ്ദീൻ സുബ്കി തങ്ങളെ പോലെയുള്ള, ഇമാം സർകശി തങ്ങളെ പോലെയുള്ള, ഇമാം ഇബ്നു അജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എത്ര സ്വഹാബത്താണ് ഈ റജബിൽ വഫാത്തായിട്ടുള്ളത്.
വഫാത്തായിട്ടുള്ളത്? എത്ര മദ്ഹബിന്റെ ഇമാമികളാണ് റജബിൽ വഫാത്തായിട്ടുള്ളത്? എത്ര മഹാന്മാരായ ഔലിയാക്കളാണ് റജബിൽ വഫാത്തായിട്ടുള്ളത്? ആ കൂട്ടത്തിൽ റജബ് മാസത്തിൽ നമ്മൾ ഓർക്കുന്ന മഹാനല്ലേ കുർസി पर कोई भी बैठो राजा तो मेरा खाजा है, राजा तो मेरा खाजा है. അധികാര കസേരയിൽ ആര് ഇരിക്കുന്നുവെങ്കില്, ഇന്ത്യയുടെ അധികാര കസേരയിൽ ആര് ഇരിക്കുന്നുവെങ്കിലോ നമുക്കൊരു സുൽത്താനുൽ ഹിന്ദുണ്ട് മക്കളെ, നമുക്കൊരു സുൽത്താനുൽ ഹിന്ദുണ്ട് ചെറുപ്പക്കാരാ. നീ ചരിത്രം കേൾക്കേണ്ടത് അവരുടേതാണ്. നിന്റെ തലയിൽ കാണേണ്ടത് മഹാനരുടെ ചരിത്രമാണ്, അല്ലാതെ മെസ്സിയുടേതല്ല, റൊണാൾഡോയുടേതല്ല, നെയ്മറിന്റേതല്ല, എംബാപ്പയുടെ. നീ അർജന്റീനക്കാരനല്ലടാ, നീ അതുപോലെ ഫ്രാൻസുകാരനല്ലടാ, അതുപോലെ നീയോ ബ്രസീലുകാരനല്ല. നീ ആരുടെ അനുയായിയാണെന്നറിയോ? ഇന്ത്യയുടെ ഭരണാധികാരി, ഇന്ത്യയുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാജാ തങ്ങളുടെ അനുയായിയാ. അവർ പറഞ്ഞത് നടന്നിരുന്നു, അവരെന്തു പറഞ്ഞു അത് നടക്കും, അവരെന്ത് ചിന്തിച്ചു നടന്നിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കാം. വീട്ടിലൊരു പൂച്ചനോട് മര്യാദക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ പൂച്ച എന്താ ചെയ്യാ? അങ്ങോട്ട് പോവാ, ഇങ്ങോട്ടോ. പൂച്ചനോട് അങ്ങോട്ട് പോകണം, പൂച്ച അങ്ങോട്ട് പോകണമെങ്കിൽ പൂച്ചനോട് ഇങ്ങോട്ട് വാന്ന് വിളിക്കണം, അപ്പൊ അങ്ങോട്ട് പോകും. നമ്മളൊക്കെ ഉൾട്ടയാണ്, ഉൾട്ടാ പൾട്ടാ. അങ്ങനല്ലേ? അതുകൊണ്ട് ഒരാളെ അസുഖം മാറണമെങ്കിൽ നമ്മള് അസുഖം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ അസുഖം മാറും. അല്ലാതൊന്നും മാറൂല. എന്താ കാരണം? നമ്മളെ ലാട്ടുപോട്ടാണ്. ഔലിയാക്കൾ അങ്ങനല്ല, അവരൊരു വാക്ക് പറഞ്ഞാൽ മതി, അങ്ങ് നടക്കും. അതിനുണ്ട്. തീയുടെ മേലെ നടന്നില്ലേ ഖാജാതങ്ങള്? ഖാജാതങ്ങളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ ബഗ്ദാദിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഖാജാതങ്ങളുടെ കറാമത്തിലില്ലേ, ബഗ്ദാദിലൂടെ നടന്നു പോകുമ്പോ ഒരു വിഭാഗം ആളുകൾ തീയിനെ ആരാധിക്കുന്നുണ്ടായിരുന്നു. ഖാജാതങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ആ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ഈ തീയിനെ ആരാധിക്കുന്നത് വിഡ്ഢിത്തമാണ്. എന്തേ കാരണമെന്നറിയോ? ആ തീയിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ആ തീയിലെങ്കാലും വീണുപോയാലോ ഈ തീ ആ മനുഷ്യനെ കത്തിക്കരിച്ചു കളയുന്നു. എന്നെ ആരാധിച്ചിരുന്ന മനുഷ്യനാണെന്ന് തീ നോക്കൂല, ആ തീ ഈ മനുഷ്യനെ കത്തിച്ചു കളയുന്നു. ഇത് കേട്ടപ്പോഴേക്ക് തീയിനെ ആരാധിക്കുന്ന ഈ മനുഷ്യന്മാരെന്ത് പറഞ്ഞു? അത് ഖാജാ തങ്ങളെ തീയുടെ ഒരു പ്രകൃതിയാണല്ലോ, ആ പ്രകൃതി അനുസരിച്ച് തീ ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഖാജാ തങ്ങൾ പറഞ്ഞു, അല്ല. ആര് പറഞ്ഞു തീയ്ക്ക് അങ്ങനെ ഒരു പ്രകൃതി എന്ന്? ഇല്ല. അതേ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ആ തീയിലൂടെ ഞാൻ നടന്നു പോകും, എന്നെ ആ തീ ഒരിക്കലും കത്തിക്കരിക്കൂല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അത്വാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ എന്ത് ചെയ്തു? ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെയും കയ്യിൽ പിടിച്ചു. എന്നിട്ടതാ തീയിലൂടെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഖാജാ തങ്ങൾ പറഞ്ഞുപോയി, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുൽ അഖ്സരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകമില്ലേ? അത് പരിശുദ്ധ ഖുർആനിലില്ലേ? അല്ലാഹു തആല പറഞ്ഞില്ലേ തീയിനോട്, തീയേ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം ഇന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിച്ചു കളയരുത്.
ആ വാചകമാണ് ഖാജ തങ്ങൾ തീയിലൂടെ നടക്കുമ്പോൾ ചൊല്ലിപ്പോയത്. വബഅദ സഅതീൻ, ചരിത്രത്തിൽ കാണാം ഈ കാണികളെല്ലാം അവിടെ നോക്കി നിൽക്കുകയാണ്. ഒരൽപനേരം കഴിഞ്ഞപ്പോ ഖാജ തങ്ങളും ഈ കുട്ടിയും ആ തീയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഒരു രോമത്തിന് പോലും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഈ കറാമത്ത് കണ്ടപ്പോ ഫഅസ്ലമു കുല്ലുഹു, ഈ തീനെ ആരാധിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമല്ല, ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമല്ല, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയുമോ? കറാമത്തിലൂടെയാണ്, ഔലിയാക്കളുടെ കറാമത്തിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. അന്ന് അവരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടന്നിരുന്നു, ആ വാക്ക് നടന്നിരുന്നു, അവർ പറഞ്ഞത് നടന്നിരുന്നു. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഇനി അഥവാ പറഞ്ഞത് അതുപോലെ നടന്നു എന്നായാൽ നമ്മൾ എന്താ പറയാ? അവിടെ നാവിടെ ഉൽക മജ ഉണ്ട്, അവിടെ നാവിടെ ഉൽക മജ ഉണ്ട്. മജ ഇവിടെ മജ എന്നാ പറയാ. എന്താ പറയാ? മരു മറു മറു. ആ അതന്നെ എന്താണ് മരു മറു. ആ രാല്ല റാണ്. അഗ്നിക്കാരനാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകും. പക്ഷെ എന്റേത് അങ്ങനെ ഒന്നുമില്ല. മറു മറു അനാത് പറഞ്ഞതുപോലെ ആയാല് അങ്ങനെയല്ല ഉണ്ടാവും അല്ലേ? അപ്പൊ പറയും നാവ് കാട്ടിക്കാന്ന്. ആ എന്തോ മറുണ്ട് തോന്നുന്നുണ്ട്. ആരും കരുതൂല, ഇയാൾ ഔലിയായിരിക്കും കരുതൂല. കാരണം അങ്ങനെ ആവൂല എന്ന് മനസ്സിലായി. മഹാന്മാരൊക്കെ പറഞ്ഞ വാചകം അങ്ങ് നടക്കും. അഹ്നഫ് ഇബ്നു ഖൈസ് തങ്ങളെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകളെ വീട്ടില് ഉറുമ്പിന്റെ ശല്യം ഉണ്ടായി. ഉറുമ്പിന്റെ ശല്യം അല്ലേ? ആ ഉറുമ്പിന്റെ ശല്യം ഉണ്ടായപ്പോ മഹാനവരുകൾ ആ ഉറുമ്പ് പോകാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയോ? വീട്ടുകാരോട് കസേര കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കിതാബ് സുഹുദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസേര കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കസേര മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. മഹാനവരുകൾ കസേരയിൽ ഇരുന്നിട്ട് ഉറുമ്പിനോട് പറഞ്ഞു, എന്നെ നീ ശല്യം ചെയ്യാൻ വന്നതാണെങ്കിൽ വേഗം പോയിക്കൊള്ളണം, എന്നെ ശല്യം ചെയ്യാൻ വരാൻ പാടില്ല. നിങ്ങൾ എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യും. ഉറുമ്പ് പറഞ്ഞു. ഉറുമ്പിനോട് മഹാനവരുകൾ പറഞ്ഞു. വാക്ക് പറഞ്ഞ് തീരേണ്ട താമസം. പിന്നെ ഉറുമ്പ് അവിടെ അല്ല, ഉറുമ്പൊക്കെ പോയി. നോക്ക, ഇന്ന് ഞങ്ങളെ വീട്ടിൽ പോയിട്ട് ഉറുമ്പിനോടൊന്ന് പറഞ്ഞു നോക്ക്. നല്ല മട്ടുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങന്മാരുടെ ഒക്കെ ഏറ്റവും വലിയ പ്രയാസം അടുക്കളയിൽ എപ്പോ നോക്കിയാലും ഉറുമ്പിന്റെ ശല്യാണ്. അതെ, ഉറുമ്പിന്റെ ശല്യാണ് അല്ലേ? ആ ഉറുമ്പിനോടൊന്ന് പോവാൻ പറഞ്ഞു നോക്ക്. പോവോ? അതിനേക്കാളും വലിയ മൂപ്പനെ കൂട്ടി കൊണ്ടുവരും. അങ്ങനെയാണ് ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തത്. എന്തുകൊണ്ടാണ്? മുഅ്മിനീങ്ങളെ, അവർ ഔലിയാക്കൾ അല്ലാഹുവിനോട് മത്സരിക്കാൻ നിന്നില്ല. അതുകൊണ്ട് മത്സരിക്കാൻ നിൽക്കണ്ട, ഒരു അനാചാരത്തിന്റെ പിന്നാലെയും പോകണ്ട, റബ്ബിനെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനത്തിന്റെ പിന്നിലും പോകണ്ട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് നോക്കൂ നിങ്ങള്. ആ റബ്ബിനോട് മത്സരം കാണിക്കാൻ തുടങ്ങിയാലോ സഉർഹിഖുഹു സഊദാ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണം ഞാൻ കൊണ്ടുവരൂ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളില്ലേ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളില്ലേ, ഓരോ പ്രയാസം ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നോട് മത്സരിക്കാൻ നോക്കണ്ട. എന്നോട് നിങ്ങൾ മത്സരിച്ചാലോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രോഗം ഞാൻ നിങ്ങൾക്ക് തരൂ, താങ്ങാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരൂ. അതുകൊണ്ട് ഈ ഉറൂസിന്റെ സമാപന ദിവസം നാം ഒരു തീരുമാനമെടുക്കണം. എന്താണ് എടുക്കേണ്ടുന്ന തീരുമാനം? സൃഷ്ടാവായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചോ.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളില്ലേ? ഇത് ഏത് മാസമാണ്? റജബ് മാസമല്ലേ? റജബ് മാസത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ ഉമ്മമാരെ. എന്താണ് റജബ് മാസത്തിന്റെ പ്രത്യേകത? അതേ ശഹറുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുവിനോട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ആ റബ്ബിനോട് മാപ്പ് ചോദിക്കേണ്ടുന്ന മാസമാണ് റജബിൽ. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ്? ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടല്ലോ, ആ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചോ. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിയാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഇവിടത്തെ ജീവിതം തീർന്നു പോകും. അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ തീർന്നു പോകുന്ന ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ജീവിതമാണ്. പക്ഷേ ഇവിടെയുള്ള സന്തോഷമല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം. സന്തോഷം വേണ്ടത് പരലോകത്താണ്. അവിടെ നമുക്ക് ഏട് കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഏടുണ്ടല്ലോ. ജീവിതത്തിൽ ചെയ്ത നല്ലതും തിന്മയുമെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഏട് കിതാബില്ലേ? ആ ഏട് കിതാബ് കയ്യിൽ ലഭിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് സന്തോഷമുണ്ട്. ആരാണ് ആ വിഭാഗം ആളുകൾ എന്നറിയുമോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറാ. നാളെ അല്ലാഹുവിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഏട് ലഭിക്കുമ്പോ ആ ഏടിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്ത ഒരു നല്ലത് അതിൽ കാണുകയാണ്. ഏതാണ് ആ നല്ലതെന്നറിയുമോ? ഇസ്തിഗ്ഫാറാ. അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചത് ആ സൃഷ്ടാവായ റബ്ബിനോട് ഏറ്റുപറഞ്ഞതില്ലേ? ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് കണ്ണീരിറ്റിച്ച് റബ്ബേ ഞാൻ നിന്നെ ധിക്കരിക്കണമെന്ന് കരുതിയിട്ടല്ല, സാഹചര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് തെറ്റുവന്നു പോയതാണ്, പൊറുക്കണേ അല്ലാ. റജബ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എത്ര ദിവസമായി അറിയുന്നോ? റജബ് മാസം തുടങ്ങിയിട്ട് ഇന്നിപ്പോ എത്ര ദിവസമായി അറിയണോ? കൈപോക്കിയാ മതി. എത്ര എന്നൊന്നും പറയണ്ട. കൺഫ്യൂഷൻ അല്ലേ? ജനുവരി എത്രയാണ്? ജനുവരി എത്രയാണ്? 27. ഇതാപ്പ മുസ്ലിം ഉമ്മത്തിന്റെ കഥ. ഇംഗ്ലീഷിന്റെ കഥ നമുക്ക് അറിയാണ്, ഇസ്ലാമിന് നമുക്ക് അറിയണില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ റജബ് എത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്. റജബിൽ ബറക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? എത്ര ദിവസം റജബിൽ നിന്ന് പിന്നിട്ടു. തൗബയുടെ ഏട് കയ്യിൽ പിടിച്ചിട്ട് കണ്ണീരിറ്റിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്ത എത്ര മുസ്ലിമീങ്ങൾ എന്റെ സദസ്സിലുണ്ട്. ചോദിച്ചാൽ സങ്കടം തോന്നരുത് കേട്ടോ. ഈ റജബ് മാസം എന്ന് പറഞ്ഞാലോ ജീവിതത്തിൽ വന്ന പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് കരയേണ്ടുന്ന മാസമാണല്ലോ. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഏട് നമ്മുടെ വലത് കയ്യിൽ കിട്ടുമ്പോ, ഏട് കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ അതിലൂടെ സദാ ജീവിതത്തിൽ ചെയ്ത ഇസ്തിഗ്ഫാർ കാണുമ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാകുന്നു കേട്ടോ. എന്നാൽ നിങ്ങൾക്കറിയുമോ
നിങ്ങൾക്കറിയുമോ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും എല്ലാ രാത്രിയും 25 തവണ, എല്ലാ പകലും എല്ലാ രാത്രിയും, ഇന്ന് എന്റെ വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാ പകലും എല്ലാ രാത്രിയും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം. ഇന്നത്തെ രാത്രിയിൽ തന്നെ നിങ്ങൾ തുടക്കം കുറിക്കണം. ഒരു വാല് കേട്ട് എന്ത് കിട്ടി എന്നത് നമ്മൾ ചിന്തിക്കണ്ടയോ? മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു ആണോ ഏതെങ്കിലും ഒരു പെണ്ണോ എല്ലാ പകലും എല്ലാ രാത്രിയും ഒരു 25 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ യമൂതു വ അതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലീ. അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന ഒരു വാചകമാണത്. അത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാതെ ബയാറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ലൈവ് നിങ്ങൾ പിന്നീട് വീട്ടിൽ പോയി കേട്ടിട്ട് വീണ്ടും അത് എഴുതിയെടുക്കണം. എല്ലാ പകലും എല്ലാ രാത്രിയും ഒരു 25 തവണ നിങ്ങളത് ചൊല്ലിയാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ലാ യറാ ഫീ നഫ്സിഹി വ മാലിഹി വ വൽദിഹി ശൈഅൻ യക്റഹുഹു അബദാ. അവനിലോ അവന്റെ മക്കളിലോ അവന്റെ സമ്പത്തിലോ ഇഷ്ടമില്ലാത്തതൊന്നും അവന് കാണൂല. അവൻ വെറുക്കുന്ന ഒന്നും അവന് കാണൂല. തങ്ങന്മാരുടെ പേര് അങ്ങനെയാണ്. അല്ലാഹു തആല അഹ്ലു ബൈത്ത് അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. അപ്പോ ഈ ഇസ്തിഗ്ഫാറിന്റെ വാചകം എല്ലാ പകലും എല്ലാ രാത്രിയും 25 തവണയങ്ങ് ചൊല്ലിയാൽ ആ മനുഷ്യനിലോ ആ മനുഷ്യന്റെ മക്കളിലോ ആ മനുഷ്യന്റെ സമ്പത്തിലോ അവർ വെറുക്കുന്ന ഒന്നും അവരിൽ നിന്നും ഉണ്ടാകൂല. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോ ആ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയണം. എത്രയാണ് നമ്മുടെ പാപങ്ങൾ വന്നുപോയിട്ടുള്ളത്? അതുകൊണ്ടല്ലേ ഉമ്മമാരെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, അക്സിറു അൽ ഇസ്തിഗ്ഫാറ ഫീ ബുയൂതികും. നിങ്ങളെ വീടുകളിൽ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണം. നിങ്ങളെ വീടുകളിൽ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണം. ഇതുപോലെ വഅലാ മവാഇദികും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ സുപ്രയിൽ ഇരിക്കുമല്ലോ, അഥവാ ഡൈനിങ് ടേബിളിന്റെ ചാരത്ത് ഇരിക്കുമല്ലോ, ആ ഭക്ഷണം നിങ്ങളും നിങ്ങളെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. ഇതുപോലെ വഅലാ അദാ വഫീ തുറുഖികും, നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങളുടെ വഴിയോരങ്ങളിൽ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കൂ. വഫീ അസ്വാഖികും, നിങ്ങൾ അങ്ങാടിയിൽ പോയാൽ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കൂ. വഫീ മജാലിസികും, കല്യാണത്തിന് പോയാൽ നിങ്ങളുടെ എല്ലാ സദസ്സുകളിലും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കൂ. ഉമ്മമാരെ, ചില ഉമ്മമാര് മനസ്സിലാക്കിയതുപോലെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവരാ, അല്ലാഹു ബർക്കത്തേട്ട്. നിങ്ങളെന്താ ഒന്നും ആമീൻ പറയാത്ത? അല്ലാഹു ബർക്കത്തേട്ട്. ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവരാ, അല്ലാഹു ബർക്കത്തേട്ട്. സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, അവരെ കൂടെ അവർക്കൊരു പാർട്ട്ണർ കിട്ടിയാൽ പിന്നെ ദുനിയാവിന്റെ എല്ലാ ചർച്ച അവിടെ നടക്കണില്ലേ? ഒരു ചങ്ങായിനോട് ചോദിച്ചു, മാസ്റ്റർ സ്കൂളിൽ ചോദിച്ചു, എന്താ ചോദിച്ചെന്നറിയോ? എന്തികളബ്ബ ഈ കറണ്ട് വയർ മേൽക്ക് കൊമ്പോണ്ട് കീഴിൽ എന്തി കൊമ്പോണ്ടില്ല? കറണ്ടിന്റെ വയർ കണ്ട അത് മുകളിലോട്ട് താഴോട്ടാ? മുകളിലല്ലേ? എന്തികളബ്ബ കറണ്ട് വയർ മേല് കൊമ്പോണ്ട് എന്തിക കീഴ് കൊമ്പോണ്ടില്ല എന്നാ ചോദ്യം. അപ്പൊ എല്ലാ കുട്ടികളും പറഞ്ഞു
അത് ഉസ്താദ് ടീച്ചറെ അതെന്തിനാന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ റേഞ്ച് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മുകളിൽ പോകണനുസരിച്ച് റേഞ്ച് കൂടുതലാണ്. ഫ്ലൈറ്റ് പോയാൽ കിട്ടൂല കേട്ടോ, അത് വിഷയം വേറെ. അത്ര മുകളിലോട്ട് പോകാനും പാടില്ല. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന് പകരം ഒരു കുട്ടി എണീറ്റ് എന്ന് പറഞ്ഞു ടീച്ചറെ അതൊന്നൊന്നല്ല, പിന്നെന്തിനാ അത് ഈ കറണ്ടിന്റെ വയറും കാലം താഴോട്ടിങ്ങനെ പോയത് കണ്ടാല് ഈ പെണ്ണുങ്ങന്മാരൊക്കെ മനസ്സിലാക്കും ഇത് കഴുകിയ കുപ്പായം ഉണക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും. അപ്പൊ അവരെന്താക്കും, കഴുകിയ കുപ്പായം കൊടുത്തിട്ട് ഉണക്കാൻ വേണ്ടിട്ട് അതിന്റെ മുളക്കം ഇടൂന്ന്. അതിപ്പോ നമ്മുടെ ഭാവിക്കരത്തെ പെണ്ണുങ്ങന്മാരൊന്നുമല്ല, വേറെ നാട്ടിലത്തെ പെണ്ണുങ്ങന്മാരാ ഞാൻ പറഞ്ഞു തന്നത്. അവർക്ക് ഒരാളെ കൂടെ കെട്ടിയാ മതി. എന്നാ പിന്നെ BBC പോലെയാണ്. അങ്ങനെ ചില സ്ത്രീകൾ, എല്ലാ ഉമ്മമാരട്ടോ, എല്ലാ ഉമ്മമാരല്ല, അല്ലാത്ത ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവരാ. ദുനിയാവിന്റെ മൊത്തം ചർച്ച നടക്കും. കല്യാണ വീട്ടിലൊന്ന് പോയാലേ ആണുങ്ങൾ ഇരിക്കണ ഭാഗം പെണ്ണുങ്ങൾ ഇരിക്കണ ഭാഗം ഒന്ന് ചിന്തിച്ചോ. ആണുങ്ങൾ ഇരിക്കണ അവർ പിന്നെ മറ്റേ നിക്കായിനിരിക്കണ ആ സദസ്സൊന്നും ഒച്ച കേൾക്കൂല. അവരാകെ ഒച്ച കേൾക്കണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ്. അത് ഈ ഇറച്ചി ഇങ്ങനെ കഴിക്കണം മറ്റോ അങ്ങനെ. ചില മനുഷ്യന്മാരുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കിയാലേ ഭക്ഷണം കഴിച്ചത് സ്വഹിയാവുള്ളൂ എന്ന് അവരെ ധാരണ. ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. ഇങ്ങനെ ചവുക്കണ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റാങ്ക് കിട്ടിപ്പോയി അങ്ങനെ തേങ്ക് എന്ന് പറയും എല്ലാ ഭാഷ. നിങ്ങൾ എന്താ പറയാ? അതന്നെ അല്ലേ? അപ്പോ അത് വിടാൻ പാടില്ല. അറബികൾക്ക് ഭയങ്കര ഉറപ്പാണ്. മുത്തുനബി വിശ്വാസങ്ങൾ പറഞ്ഞു തങ്ങളെ മുന്നിൽ വെച്ച് ഒരാളങ്ങനെ ചെയ്തപ്പോ മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മനുഷ്യന്മാർക്ക് അത് വിട്ടാലേ ഒന്ന് റാഹത്താവുള്ളൂ. നോ നെവർ, അത് പാടില്ല. അത് ഇസ്ലാമിനോട് യോജിക്കാത്തതാണ്. അപ്പോ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയുണ്ട് ഒച്ച വെക്കണ ആളുകൾ. പക്ഷെ പുരുഷന്മാരെ ഭാഗം വളരെ മാന്യമായി ഉണ്ടാവും. സ്ത്രീകളെ ഭാഗോ ഭയങ്കര ചർച്ച ഉണ്ടാവും. എല്ലാ സ്ത്രീകളെ കുറിച്ചല്ലോ പറയുന്നത്. എന്താ കാരണം? മൊത്തം ചർച്ച അവിടെ നടക്കുകയാണ്. എന്തെല്ലാം ചർച്ച! എന്നാൽ ഉമ്മമാരോട് പറയട്ടെ, അവിടെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, നിങ്ങളത് കാണണ്ട. അല്ലാഹു ഹലാലാക്കിയത് മാത്രമേ നിങ്ങൾ അവിടുന്ന് കണ്ടോളൂ. അതേ സമയത്ത് നല്ല തഖ്വയുള്ള ഉമ്മയാണോ, മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മയാണോ? ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ വാചകം കണ്ടില്ലേ? ആ വാക്ക് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. മഹാനവരുകൾ പറയുന്നു, വഫീ മജാലിസികും, നിങ്ങൾ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പോയി ഇരിക്കുമ്പോൾ, അത് കല്യാണ സദസ്സുകളിലായാലും അവിടുന്ന് നിങ്ങൾ അനാവശ്യം സംസാരിക്കുന്നതിന് പകരം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ആ ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കൂ. വഅൈനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കൂ. എന്തേ കാരണമെന്നറിയോ? ഫഇന്നകും ലാ തദ്റൂന ഫീ അയ്യി വഖ്തിൻ തൻസിലുൽ ബറക, ജനങ്ങളെ നിങ്ങൾക്കറിയില്ല ഏത് സമയത്താണ് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ബറക്കത്ത് ഇറങ്ങി വരിക. നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചോളൂ. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് മുറുകെ പിടിക്കണം. അത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണം. എന്തേ കാരണമെന്നറിയോ? ഇബ്ലീസ് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇബ്ലീസ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് ഇബ്ലീസ് പറഞ്ഞ വാക്കെന്നറിയുമോ? ഇബ്ലീസിനെ തോൽപ്പിക്കാൻ കഴിയണം, ഇബ്ലീസിനെ വിജയിപ്പിക്കാനല്ല കഴിയേണ്ടത്, ഇബ്ലീസിനെ തോൽപ്പിക്കാൻ കഴിയണം. ചെറുപ്പക്കാരാ, ബ്രസീൽ തോറ്റിട്ട് അർജന്റീനയെ പിന്തുണച്ച നിനക്കെന്ത് കിട്ടിയടാ?
ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീനയെ പിന്തുണച്ച നിനക്കെന്ത് കിട്ടി? ഇനി അർജന്റീനയെ വിജയിപ്പിച്ചു പോകാൻ ബ്രസീലിനെ തോൽപ്പിച്ച നിനക്കെന്ത് കിട്ടി? അതേ സമയത്ത് മത്സരം നടക്കേണ്ടത് എവിടെയാണെന്നറിയുമോ ചെറുപ്പക്കാരാ? ഈ സദസ്സിൽ കരളിന്റെ കഷ്ണങ്ങളായ കൗമാരപ്രായമുള്ള ആൺമക്കളുണ്ടല്ലോ, എന്റെ അനുജന്മാരുണ്ടല്ലോ, ജ്യേഷ്ഠന്മാരുണ്ടല്ലോ. യഥാർത്ഥത്തിലുള്ള മത്സരം എവിടെയാണെന്നറിയുമോ? ഞാനും നീയും കാണാത്ത ഒരു മത്സരമുണ്ട്. ജനങ്ങൾ കണ്ട മത്സരമല്ല ഞാനും നീയും കാണേണ്ടത്. കാണാത്ത ഒരു മത്സരമുണ്ട്. മനുഷ്യനും ഇബ്ലീസും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ഇബ്ലീസ് ജയിക്കാൻ പാടില്ല. നീയും ഇബ്ലീസും തമ്മിൽ മത്സരിക്കുമ്പോ ഇബ്ലീസ് ജയിക്കാൻ പാടില്ല. ആ ഇബ്ലീസ് പരാജയപ്പെട്ടു പോകണം, ഇബ്ലീസ് തോറ്റുപോകണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നറിയുമോ? ഇബ്ലീസ് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഇബ്ലീസ് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ജനങ്ങളെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ, ഹറാമുകൾ കാണുമ്പോ, ഹറാമ് ചിന്തിക്കുമ്പോ, ഹറാമ് സംസാരിക്കുമ്പോ, ഹറാമ് കേൾക്കുമ്പോൾ, ഹറാമ് കൈകൊണ്ട് പിടിക്കുമ്പോ, ഹറാമിലേക്ക് നടന്നു പോകുമ്പോ, ഇതൊക്കെ മനുഷ്യൻ ഹറാമ് കൊണ്ട് നശിക്കുമ്പോ ഇബ്ലീസ് പറയാണ് അവിടെ മനുഷ്യൻ പരാജയപ്പെടുന്നു. എന്റെ വാല കേൾക്കുന്ന പെങ്ങള്, റജബ് മാസമായിട്ട് പോലും അന്യ ചെറുപ്പക്കാരനായ നിന്റെ കാമുകനോട് വാട്സപ്പിൽ ചാറ്റിംഗ് നടത്തുന്നത് നിനക്ക് നിർത്താനായിട്ടില്ല അല്ലേ? ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിൽ ഞാൻ പറഞ്ഞ ആയത്ത് കേൾപ്പിച്ചു തന്നില്ലേ? നീ അല്ലാഹുവോടാണോ മത്സരിക്കുന്നത്? എന്തിനാ പെണ്ണെ നിനക്ക് റജബ് തന്നത്? ചെറുപ്പക്കാരാ, ഇപ്പോഴും നീ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുന്നത് നിർത്തിയില്ല അല്ലടാ? എന്തിനാടാ നിനക്ക് അല്ലാഹ് റജബ് തന്നത്? നന്നാകാനല്ലേ? ഇപ്പോഴും നന്നാകാൻ തയ്യാറായിട്ടില്ലല്ലോ. എന്നാൽ നീ റബ്ബിനോട് മത്സരിക്കുകയാണോ? അല്ലാഹു പറയുകയാണ്, അതേ ഓരോ പരീക്ഷണത്തിനപ്പുറം ഓരോ പരീക്ഷണം ഞാൻ കൊണ്ടുവരുന്നു. ഒരുങ്ങിക്കോ നീ. അല്ലാഹുവിന്റെ പരീക്ഷണം നേരിടാൻ ഒരുങ്ങിക്കോ. റബ്ബിന്റെ പരീക്ഷണം നേരിടാൻ ഒരുങ്ങിക്കോ. ഇതുവരെ കണ്ടതല്ല. കൊറോണ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കോവിഡ് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ജീവിതകാലത്ത് ഇന്ന് വരെ നിങ്ങൾ കണ്ടത് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അത് തെറ്റിദ്ധരിച്ചതാ. നീ റബ്ബിനോട് മത്സരം കാണിക്കുന്നവനാണെങ്കിൽ ഇനി കാണാനുള്ളത് അപ്പുറമുള്ളതാണ്. അതിന്റെ അപ്പുറമുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് റബ്ബിനോട് മത്സരിക്കണ്ട, ഇബ്ലീസിനോട് മത്സരിക്കണം ഞാനും നീയോ. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. അർജന്റീനന്റെയും അതുപോലെ പിന്നെ ഓരോ പേര് കേൾക്കുമ്പോ തോന്നണോ ഇബ്ലീസിനോട് ഭയങ്കര വെറുപ്പ് വെറുക്കണേ. പക്ഷേ മഹാന്മാര് ചോദിക്കുകയാണ്, നിങ്ങൾ പൊട്ടന്മാരല്ലേ? എന്നോടും നിങ്ങളോടും മഹാന്മാര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പൊട്ടന്മാരല്ലേ മനുഷ്യന്മാരെ? എന്തേ കാരണം? ഒരു മജ്ലിസിൽ വെച്ച് ഇബ്ലീസ് എന്ന പേര് കേൾക്കുമ്പോ ഉറക്ക ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇബ്ലീസിന്റെ ആളല്ല എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. അതേ സമയത്ത് നിങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ, നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുമ്പോ, നിങ്ങൾ ഒറ്റക്ക് ചിന്തിക്കുമ്പോ, നിങ്ങൾ ഒറ്റക്ക് നടക്കുമ്പോ ആ ഇബ്ലീസിനെ നിങ്ങൾ കൂട്ടുപിടിക്കാറില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ഉറക്ക ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നത്? മനുഷ്യ വാല കേൾക്കുന്ന ഉമ്മമാര്, ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള മത്സരം. ഭർത്താവിനോടല്ല മത്സരം. വീട്ടിൽ നോക്കുമ്പോ ചില സ്ത്രീകൾക്ക് മത്സരം ആരോടാ? ഓ നിങ്ങളുടെ ഭാര്യ നല്ല
ഭാര്യ നല്ല ഒന്നും മിണ്ടണേയില്ല. ആരോടാ വീട്ടിൽ മത്സരം? ഭാര്യക്കും ഭർത്താവിനും തമ്മിൽ മത്സരം അല്ലേ? ഭാര്യന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാല് ഭർത്താവ് ഉടൻ തന്നെ അത് പറയും. പറഞ്ഞാൽ ഭാര്യ കാത്തിരിക്കും. ഭർത്താവിന്റെ കൂടെ ഉംറക്ക് പോകാനല്ല, പിന്നെ തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇയാളത്തുണ്ടോ എന്ന് കാത്തിരിക്കും. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. നിങ്ങും പിന്നെ നല്ല ഗന്ധമല്ല, നിങ്ങും കാത്തിരിക്കും. ഭാര്യന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് വന്നാൽ, ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നപ്പോ ഭാര്യ നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ കാത്തിരിക്കും തിരിച്ചപ്പുറം എന്തെങ്കിലും കൊടുക്കാൻ അല്ലേ? മത്സരം ഭാര്യ ഭർത്താവ് മത്സരിക്കണ്ടെന്നല്ല, മത്സരിക്കണം. മത്സരം ഉണ്ടല്ലോ, മത്സരിക്കേണ്ടത് ഭാര്യയും ഭർത്താവാണ്. ആ മത്സരത്തിന് എന്തൊരു സന്തോഷ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിന് നേരണ്ടാക്കണം. ഭാര്യനോട് മത്സരിക്കാൻ നേരണ്ടാകണം. എന്ത് വിഷയത്തിലാ മത്സരം? ഇന്ന് എത്ര ദിക്റ് ചൊല്ലി, ഭർത്താവ് എത്ര ദിക്റ് ചൊല്ലി, ഭാര്യ എത്ര ദിക്റ് ചൊല്ലി, അത് മത്സരല്ലേ? എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വാട്സപ്പ് ഇങ്ങനെ നോക്കിയിട്ടല്ല കിടന്നുറങ്ങണ്ടേ. കിടന്നുറങ്ങുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, ഇന്ന് നീ എത്ര ദിക്റ് ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹ് എത്ര ചൊല്ലി? റജബ് മാസല്ലേ, കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കേണ്ട മാസല്ലേ, എത്ര അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി? അപ്പൊ ഭാര്യ ഒരു കണക്ക്. ഭർത്താവ് തിരിച്ചങ്ങോട്ട് ഭാര്യനോടും ചോദിക്കണം, എത്ര അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി? അപ്പൊ ഭർത്താവ് ഒരു കണക്ക്. ആരാണ് കൂടുതൽ നോക്കുമ്പോ ഇന്ന് ഭർത്താവ്. അപ്പൊ നാളെ ഭാര്യക്ക് തോന്നും, നാളെ എനിക്ക് കൂടണം അല്ലേ? അപ്പൊ നാളെ ഭാര്യ ഒന്നും കൂടി അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കും. മത്സരം. ഈ രണ്ട് മത്സരം കൊണ്ട് എങ്ങോട്ട് എത്തണേ? സ്വർഗത്തിലെത്തും അല്ലേ? സ്വർഗത്തിലെത്തും. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്തിന്? ഭാര്യ ഭർത്താവ് ഒന്നിച്ച് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്താ നേരത്തെ താമിന്റെ പവറൊന്നും പോരല്ലോ ഇപ്പോ. രണ്ടാമത്തത് അത് ശരി, അള്ളാഹു ഇവിടത്തെ ഭാര്യമാരെ തന്നെ നമുക്ക് സ്വർഗത്തിലെ ഭാര്യമാരാക്കി തരട്ടെ. ഇവിടത്തെ ഭർത്താക്കന്മാരെ തന്നെ സ്വർഗത്തിലെ ഭർത്താക്കന്മാരാക്കി തരട്ടെ. പക്ഷെ നിങ്ങളാമീ ഉറക്കവലുണ്ടാവും, അവരാമീൻ എത്ര ചൊല്ലിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ മത്സരം ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള മത്സരം കൊണ്ട് സ്വർഗത്തിലെത്തണം. അതാണ് യഥാർത്ഥത്തിലുള്ള മത്സരം. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, നാം തോൽപ്പിക്കേണ്ടത്, പരാജയപ്പെടുത്തേണ്ടത് ഇബ്ലീസിനെയാണ്, കുടുംബത്തിൽപ്പെട്ടവരെയല്ല. അവരോട് പിണങ്ങേണ്ടതല്ല, നാട്ടുകാരോട് പിണങ്ങേണ്ടതല്ല. മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമായി പോകേണ്ടവരല്ല, അവർ ഐക്യത്തോടെ ജീവിക്കേണ്ടവരാണ്. യഥാർത്ഥത്തിൽ തോൽപ്പിക്കേണ്ടത് ഒരു ശത്രുവിനെയാണ്, ചെറുപ്പക്കാരാ, ഇബ്ലീസിനെയാണ്. ആ ഇബ്ലീസ് പറഞ്ഞ ഒരു വാചകമില്ലേ, ജനങ്ങളെ ഞാനതാ പരാജയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? ജനങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കൊണ്ട്. അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ, ദോഷങ്ങളും കുറ്റങ്ങളും അധികരിക്കുമ്പോ ജനങ്ങളെ പരാജയപ്പെടുന്നു. അതേ സമയത്ത് ആ ജനങ്ങൾ എന്നെ പരാജയപ്പെടുത്തുകയാണ് ബിൽ ഇസ്തിഗ്ഫാർ. ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയ മനുഷ്യനോ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലോ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിച്ചാലോ, ഇബ്ലീസ് പറയുകയാണ് ആ മനുഷ്യൻ എന്നെ പരാജയപ്പെടുത്തുന്നു. ആ മനുഷ്യൻ എന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഈസാ ഉറക്കപ്പറയണം. തങ്ങൾ പാപ്പ ഇപ്പൊ എത്തിയ ഉടനെ ഞാൻ നിർത്തും. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ നാട്ടിൽ മഴയില്ലാതെയായപ്പോൾ ആ ജനതയ്ക്ക് വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം മഴ തേടാൻ ഒരുങ്ങുകയാണ്. ആ നാട്ടിൽ ആരെല്ലാം പാപികളുണ്ടോ, തെറ്റ് ചെയ്ത തെറ്റുകാരുണ്ടോ, അവരോടെല്ലാം ഈസാ നബി അലൈഹിസ്സലാം മാറി നിൽക്കാൻ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം മാറി നിൽക്കാൻ പറഞ്ഞപ്പോ ആ സദസ്സിലുള്ള എല്ലാ ജനങ്ങളും മാറി നിന്നു. അവിടെയുള്ളവരെല്ലാം തെറ്റ് ചെയ്തവരാണിരുന്നു. ആ സദസ്സിൽ
സദസ്സിലുള്ള ജനങ്ങളെല്ലാം മാറി നിന്നു. പക്ഷേ ഒരാള് മാത്രം മാറി നിന്നില്ല. ചെറുപ്പക്കാരാ, ഇവിടെയാടാ യഥാർത്ഥത്തിലുള്ള ഹീറോ ആരാണെന്ന് മനസ്സിലാകേണ്ടത്. യഥാർത്ഥത്തിലുള്ള ഹീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? കുറെ ഫീമെയിൽ ഫാൻസുകൾ ഉള്ളവനല്ല. അത് നീ തെറ്റിദ്ധരിച്ചതാടാ അനുജ. കുറെ ഫീമെയിൽ ഫാൻസുകൾ ഉള്ളത് കൊണ്ട് മാത്രം അത് നിന്റെ നാശത്തിന് ചിലപ്പോൾ കാരണമായേക്കാം. അതേ സമയത്ത് യഥാർത്ഥത്തിലുള്ള ഹീറോ ആരാണെന്നറിയുമോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. തെറ്റ് ചെയ്തവരെല്ലാം ആ സദസ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ എല്ലാ ജനങ്ങളും മാറി നിന്നുപോയി. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മാറി നിന്നില്ല. ഒരു ചെറുപ്പക്കാരൻ മാറി നിന്നില്ല. ആ ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരു കണ്ണില്ലാത്ത ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് ഒറ്റ കണ്ണേയുള്ളൂ, മറ്റൊരു കണ്ണ് ആ ചെറുപ്പക്കാരനില്ല. ഈസാ നബി അലൈഹിസ്സലാം ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല മനുഷ്യ, അല്ല ചെറുപ്പക്കാരാ, എല്ലാവരും തെറ്റ് ചെയ്തവരെല്ലാം മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എല്ലാവരും മാറി നിന്നു പോയല്ലോ, നീ മാത്രം എന്തേ മാറി നിൽക്കാത്തത്? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈസാ നബിയേ അലൈഹിസ്സലാം, അല്ലാഹുവിനെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അല്ലാഹുവിന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതേ സമയത്ത് ഈ കാണുന്ന ഒരു കണ്ണുണ്ടല്ലോ, ഒരു കണ്ണ് മാത്രമല്ലേ ഉള്ളത്, വേറെ ഒരു കണ്ണില്ലല്ലോ. എവിടെ പോയി മറ്റേ കണ്ണ് എന്നറിയുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ അതാ ഒരു സംഭവമുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, എന്റെ ഈ വലത്തെ കണ്ണുകൊണ്ട് ഒരു ദിവസം ഞാനൊരു പെണ്ണിന്റെ കാലിലേക്ക് നോക്കിപ്പോയി. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിലേക്ക് നോക്കുന്നത് ഹറമല്ലടാ. കോളേജ് വിടുന്ന സമയത്ത് കോളേജ് പരിസരത്ത് പോയി നിൽക്കുന്ന ചെറുപ്പക്കാരില്ലയോ? അങ്ങാടിയിൽ പോയി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ബസാറുകളിൽ പോയി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? പള്ളിയിലേക്കൊന്നു വായോ എന്ന് ചോദിക്കുമ്പോ നല്ല നല്ല വിഷയങ്ങളില് മുമ്പോട്ട് വരൂ എന്ന് പറയുമ്പോ, നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരൂ. ഇവിടെ നേരത്തെ സ്വാഗത പ്രഭാഷണം നടത്തിയപ്പോ ഒരുപാട് നല്ലവരുടെ പേര് പറഞ്ഞില്ലേ? അനുസ്മരിച്ചില്ലേ? ചെറുപ്പക്കാരെ അനുസ്മരിച്ചില്ലേ? ഓർത്തില്ലേ? ദുആ കൊണ്ട് ഏൽപ്പിച്ചില്ലേ? അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. എന്നാൽ ആ മൈക്കിലൂടെ അവരുടെ പേര് ഭാവിക്കര ഉറൂസ് പരിപാടിയിൽ സ്വാഗതത്തിൽ പറഞ്ഞുവെങ്കിൽ അവരിന്നും ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. അവരിന്നും ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. പക്ഷേ ചെറുപ്പക്കാരെ, നമ്മളിങ്ങനെ താന്തോന്നികളായി അങ്ങാടി പിള്ളേരായി നമ്മളിങ്ങനെ ജീവിച്ചു മരിച്ചാൽ എന്നെയും നിന്നെയും ഓർക്കാൻ ഏതെങ്കിലും ഒരു സദസ്സ് കിട്ടുമോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പോഴല്ലടാ എന്നെയും നിന്നെയും ഓർക്കേണ്ടത്. ഇപ്പൊ അല്ല എന്നെയും നിന്നെയും പുകഴ്ത്തി പറയേണ്ടത്. ഇന്ന് നൗഫൽ സഖാഫി ഒരു സ്ഥലത്ത് വന്നാൽ നൗഫൽ സഖാഫിയെ ദഫ് മുട്ടിയിട്ട് കൊണ്ടുപോകാൻ ആളുണ്ടാകും, സ്റ്റേജിലേക്ക് നയിക്കാൻ ആളുണ്ടാകും, കൈപിടിക്കാൻ ആളുണ്ടാകും, കാറിന്റെ ഡോർ തുറന്നു തരാൻ ആളുണ്ടാകും, കയറിയിരുന്നാൽ ഡോർ അടച്ചു തരാൻ ആളുണ്ടാകും. പക്ഷേ ഇന്നല്ല നൗഫൽ സഖാഫിയെ ഓർക്കേണ്ടത്. ഇന്ന് നൗഫൽ സഖാഫിയെ ഓർക്കാൻ നൗഫൽ സഖാഫി തന്നെയുണ്ട്. പക്ഷെ നൗഫൽ സഖാഫി മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്നാകണം ഇതുപോലത്തെ സദസ്സുകളിൽ എന്നെ ഓർക്കേണ്ടത്. ഇതുപോലെ ചെറുപ്പക്കാരാ, നിന്നെ ഓർക്കേണ്ടത് ഇപ്പോഴല്ല,
നീ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോൾ നിന്നെ ഓർക്കേണ്ടുന്ന ഒരു ദിവസമുണ്ടല്ലോ, അന്ന് നാട്ടുകാര് നിന്നെ ഇതുപോലത്തെ ഉറൂസിൽ വെച്ച് നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്തുവെങ്കിൽ അന്ന് നീ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നീ ജീവിച്ചിരിപ്പുള്ളതിന് തുല്യമാണ് കേട്ടോ. നീ ജീവിച്ചിരിപ്പുള്ളതിന് തുല്യമാണ്. അങ്ങനെയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? ഒരുപാട് നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരണോ. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വസ്സാബിഖൂന സാബിഖൂൻ. നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരിക, പിറകോട്ട് പോകണ്ട. പിറകോട്ട് പോകല്ലേ ചെറുപ്പക്കാരാ, നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരിക. കല്യാണം കഴിഞ്ഞാലോ പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടാൻ ചെറുപ്പക്കാരുണ്ടാവും. നിന്നെ ഇവിടെ നാട്ടുകാര് ഓർക്കൂല്ലടാ. എന്തിന്റെ പേരിലാ നിന്നെ ഓർക്കേണ്ടത്? കല്യാണത്തിന്റെ ദിവസം പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയി തുള്ളിക്കളിച്ചതുകൊണ്ട് നിന്നെ ഓർക്കാൻ ആളെ കിട്ടുമോ? കിട്ടൂല. അതേ സമയത്ത് നിനക്കറിയുമോ, എല്ലാ ദിവസവും നീ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ നിന്നെ ഉണ്ടോ? സുബഹി ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ എന്നും നിന്നെ കണ്ടിട്ടുണ്ടോ? നീ ഒരു ദിവസം മരിച്ച് ഖബറിൽ കിടക്കുമ്പോ എന്നും നീ നിന്നിരുന്ന സഫിൽ നിന്നെ കാണാതെ വരുമ്പോ നിന്റെ നാട്ടുകാര് നിന്നെ ഓർക്കും കേട്ടോ. പള്ളിയിലെ ഉസ്താദ് നിന്നെ ഓർക്കോ. നീ നിസ്കരിച്ചിരുന്ന സഫുണ്ടല്ലോ, ആ സഫ് നിന്നെ മറക്കൂല. ആ സഫ് നിന്നെ ഓർക്കോ. നീ ജമാഅത്തായി നിസ്കരിച്ചിരുന്ന സമയത്ത് ആ പള്ളിയിൽ ഉണ്ടായിരുന്ന റഹ്മത്തിന്റെ മലക്കുകളില്ലയോ, ആ മലക്കുകൾ നിന്നെ ഓർക്കോ. ആ പള്ളി നിന്നെ ഓർക്കോ. ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന നല്ല നല്ല മനുഷ്യർ ഓർക്കോ. അല്ലാതെ കല്യാണത്തിന്റെ പേരില് പുതിയ പെണ്ണിന്റെ വീട്ടിൽ നീ താളത്തിന് പോയപ്പോ പുതിയ ആപ്പിളന്റെ കൂടെ പോയി അവിടെ നീ തുള്ളിക്കളിച്ചിട്ട് അനാശാസ്യ പ്രവർത്തനം കാണിച്ചതിന്റെ പേരില് നാട്ടിലുള്ള നല്ല മനുഷ്യർ നിന്നെ ഓർക്കൂല. ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ നിന്നെ നാട്ടുകാരൻ മറന്നുപോയി. ചെറുപ്പക്കാരാ, ആ ഖബറിലേക്ക് ഒരു ഫാത്തിഹ നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇരുട്ട് പിടിച്ച നിന്റെ ഖബറിൽ നിനക്ക് വെളിച്ചം കിട്ടാൻ ഒരു ദുആ നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, ഈ ചെറുപ്പക്കാരൻ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈസാ നബിയേ, എന്റെ വലത് കണ്ണ് കാണുന്നുണ്ടോ? ആ വലത് കണ്ണ് ഇല്ലല്ലോ ഈസാ നബിയേ. എവിടെ പോയി എന്നറിയുമോ? ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോ ഒരു പെണ്ണിന്റെ കാലിലേക്ക് ഞാൻ അറിയാതെ നോക്കിപ്പോയതാണ്. നോക്കിയതല്ല, കണ്ടുപോയതാണ്. മിൻ ഗൈരി ഖസ്ദിൻ, കണ്ടുപോയതാണ്. നോക്കിയതല്ല, മനഃപൂർവം നോക്കിയതല്ല, അറിയാതെ കണ്ടുപോയതാണ്. അത് കണ്ടുപോയപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ? ഇനി ഈ കണ്ണ് എനിക്ക് ആവശ്യമില്ല. എന്റെ കണ്ണുകൊണ്ട് ഒരു അന്യ പെണ്ണിന്റെ കാലിലേക്ക് ഞാൻ നോക്കിയല്ലോ, ഇനി ആ കണ്ണ് എനിക്ക് ആവശ്യമില്ല. മണിക്കൂറുകളോളം അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുന്നവരുണ്ടോ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നറിയുമോ? ആ കണ്ണങ്ങ് എടുത്തു കളഞ്ഞു. ആ കണ്ണങ്ങ് എടുത്തു കളഞ്ഞു. ഈ ചരിത്രം ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ഈ ചെറുപ്പക്കാരനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീയാണ് ദുആ ചെയ്യേണ്ടത്, ഞാനല്ല. ഞാനല്ല ദുആ ചെയ്യേണ്ടത്. മഴ വേണമെങ്കിൽ, നമുക്ക് മഴ കിട്ടണമെങ്കിൽ ചെറുപ്പക്കാരാ നീയാണ് ദുആ ചെയ്യേണ്ടത്. ഫഅന്ത അഹഖു ബിദ്ദുആഇ മിന്നി, എന്നേക്കാൾ ദുആ ചെയ്യാൻ തരപ്പെട്ടവൻ നീയാണ് കേട്ടോ. ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു?
കൈയങ്ങ് വാനലോകത്തേക്ക് അങ്ങ് ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുവേ ഇന്നക ഖലഖതനാ, റബ്ബേ നീയല്ലേ നമ്മെ പടച്ചത്, അതേ സമയത്ത് വതകല്ലഫ്ത ലനാ ബിഅർസാഖിനാ, നമുക്ക് റിസ്ക് തരാമെന്ന് ഏറ്റത് നീയല്ലേ അല്ലാഹ്. ഇപ്പ നമുക്ക് മഴയില്ലല്ലോ, ഫാർസിൽ അലൈനാ മിദ്റാറാ, നമുക്ക് മഴ നൽകണേ അല്ലാഹ്. ഒരു ദുആ അങ്ങ് നടത്തിയതേയുള്ളൂ. ആ ദുആ അങ്ങ് കഴിഞ്ഞപ്പോ ഫഅൻസലല്ലാഹു അലൈഹിമുൽ ഗൈസ, നല്ല മഴ കിട്ടിപ്പോയി, കുടിക്കാൻ വെള്ളം കിട്ടിപ്പോയി, അതാ കുളിക്കാനും വെള്ളം കിട്ടിപ്പോയി. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു സമയത്താണ് ഞാനും നീയും ഉള്ളത് കേട്ടോ. അതുകൊണ്ടല്ലേ മഹാന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം, ദുനിയാവിൽ എന്തെങ്കിലും ഓരോന്ന് കണ്ടാൽ ഉടൻ തന്നെ നരകത്തെ ഓർക്കും. ദുനിയാവിലെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഉടൻ തന്നെ സ്വർഗം ഓർക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനല്ലേ മഹാന്മാരൊക്കെ? അങ്ങനെയാണ്. മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാം. ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്, മഹാനവരുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ഫ്രൂട്ട്സ് കണ്ടു. ഫ്രൂട്ട്സ് കണ്ടപ്പോ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഫ്രൂട്ട്സ് കണ്ടാൽ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്നൊന്നും പറയും മനുഷ്യന്മാരെ? വില ചോദിക്കും അല്ലെ? അതിന്റെ വില ചോദിക്കൂലേ? റേറ്റ് ചോദിക്കൂലേ? മഹാനവരുകൾ അങ്ങനെയല്ല. ഫ്രൂട്ട്സ് കണ്ടപ്പോ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തുപോയി. ദുനിയാവിന്റെ ഫ്രൂട്ട്സിനെയല്ല മഹാനവരുകൾ ചിന്തിക്കുന്നത്. മഹാനവരുകൾ ചിന്തിക്കുന്നത് സ്വർഗത്തിന്റെ ഫ്രൂട്ട്സ് ആണ്. അതാ നടന്നു പോകുമ്പോ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ മഹാനവരുകൾ സ്വർഗത്തിലെ ഫ്രൂട്ട്സ് അങ്ങ് ഓർത്തുപോയി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സമാപന സദസ്സിന് പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് ബായാർ തങ്ങളുപ്പാപ്പ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല മഹാനവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അപ്പൊ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഈ ഫ്രൂട്ട്സ് കണ്ടപ്പോ മഹാനവരുകൾ ആ ഫ്രൂട്ട്സിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മഖ്തൂഅ, ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഫ്രൂട്ട്സ് ആണ്, അത് മുറിഞ്ഞു പോകും. മംനൂഅ, എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അതേ സമയത്ത് സ്വർഗത്തിലെ ഫ്രൂട്ട്സ് വേണം, അത് ലാ മഖ്തൂഅ വലാ മംനൂഅ, അത് മുറിഞ്ഞു പോകൂല, ഒരാൾക്കും തടയപ്പെടൂല. ആ സ്വർഗത്തിലെ ഫ്രൂട്ട്സ് കഴിക്കാൻ അല്ലാഹു സാധുക്കളായ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സദസ്സ് അല്ലാഹു തആല സാധുക്കളായ നമുക്ക് അത് ലഭിക്കാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു.